അൽഫോൻസാമ്മ ജനിച്ചു വളർന്ന കോട്ടയം ജില്ലയിലെ ആർപ്പുക്കര എന്ന ഗ്രാമത്തിലേക്കായിരുന്നു ഞങ്ങളുടെ ആദ്യ യാത്ര. മീനച്ചിലാറിന്റെ കൈവഴികൾ കൊണ്ട് സമ്പന്നമായ ആർപ്പുക്കര ഗ്രാമം പുഴകളും തോടുകളും നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും കൊണ്ട് എന്നും സുന്ദരമാണ്. ചരിത്രത്തിൽ ചെമ്പകശ്ശേരി രാജാവിന്റെ ആസ്ഥാനമായിരുന്നു ഈ ദേശമെന്ന് ക്ലാസ്സിൽ പഠിച്ചത് ഓർക്കുന്നു. എന്തായാലും വിശുദ്ധിയുടെ ബാല്യകാല സ്മൃതികൾ ഉറങ്ങുന്ന ആർപ്പുക്കരയിലെ ജന്മഗൃഹത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. ഈ വീടിന്റെ പരിസരം സുന്ദരമായൊരു ഉദ്യാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഓരോ ചുവട് വയ്ക്കുമ്പോഴും വിശുദ്ധിയുടെ ആ പിഞ്ചുപാദങ്ങളെ താലോലിച്ച മൺതരികളുടെ ഭാഗ്യമാണ് ഞാൻ ഓർത്തത്. ചിത്രങ്ങളിൽ കാണുന്ന ആ പഴയ ഓലമേഞ്ഞ വീടിന് പകരം പുതിയ വീട്, അതിനുള്ളിലാണത്രേ പഴയ വീട് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ചെന്നയുടൻ തന്നെ കോൺവെന്റിലെ മദർ സിസ്റ്റർ കാർമൽ ഞങ്ങൾക്ക് വീടിനെ കുറിച്ചുള്ള ആദ്യ വിവരണം തന്നു. ഇതാണ് അൽഫോൻസാമ്മയുടെ ജന്മഗൃഹം. അതിപുരാതനമായ മുട്ടത്തുപാടം തറവാട്. ആർപ്പൂക്കരയുള്ള ഈ മുട്ടത്തുപാടത്ത് ഭവനത്തിലാണ് അൽഫോൻസാമ്മയ്ക്ക് ജനിക്കുവാൻ ദൈവം ഭാഗ്യം കൊടുത്തത്. അൽഫോൻസാമ്മയുടെ മാതാപിതാക്കൾ ജോസഫായിരുന്നു അച്ചായൻ്റെ പേര്, അമ്മച്ചിയുടെ പേര് മേരി എന്നായിരുന്നു. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് ഈ ഒരു കുഞ്ഞിനെ ദൈവം അവർക്ക് കൊടുത്തതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അൽഫോൻസാമ്മ ജനിച്ച് അധിക നാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ അൽഫോൻസാമ്മയുടെ മാതാവ് ഈ ലോകത്തിൽ നിന്നും വേർപിരിഞ്ഞു. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ അൽഫോൻസാമ്മയ്ക്ക് ഈ മാതൃവാത്സല്യം നഷ്ടപ്പെട്ട് പിന്നെ മറ്റുള്ളവരുടെ സംരക്ഷണയിൽ, അതായത് പേരമ്മ മുട്ടിച്ചിറയിൽ കൊണ്ടുപോയി വളർത്തി. പിന്നെ അതിനുശേഷം അൽഫോൻസാമ്മയെ വിദ്യാഭ്യാസത്തിനായിട്ട് ഈ തൊണ്ണൻകുഴി സ്കൂളിൽ കൊണ്ട് ചേർത്ത് 1, 2, 3 ക്ലാസ്സുകൾ തൊണ്ണൻകുഴി തന്നെ പഠിച്ചു. 4ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് അൽഫോൻസാമ്മ ഇവിടുന്ന് മുട്ടിച്ചിറയിലേക്ക് പേരമ്മ കൊണ്ടുപോകുന്നതും അവിടെ ചേർക്കുന്നതും വളർത്തുന്നതൊക്കെ. അൽഫോൻസാമ്മ ഈ ഭവനത്തിലായിരുന്നപ്പോൾ പിന്നെ ചായൻ്റെയും അമ്മച്ചിയുടെയും ഒക്കെ സ്നേഹവാത്സല്യം അമ്മച്ചിയുടെ അധികം നാൾ കിട്ടിയില്ലെങ്കിൽ തന്നെ ആ ചെറുപ്പത്തിലുള്ള അമ്മയിൽ നിന്നുള്ള ഗുണങ്ങൾ ദൈവം അനാദിയിൽ തന്നെ കൊടുത്തു കാണണം. അതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു കുഞ്ഞിനെ, ഈ ഒരു വിശുദ്ധയെ തന്നെ നമുക്ക് തരാനായിട്ട് ദൈവത്തിന് തിരുമനസ്സായത്. ഇത് അൽഫോൻസാമ്മയുടെ ജന്മഗൃഹം. ഇത് നമ്മൾ ആദ്യം വാങ്ങിക്കുമ്പോഴത്തേക്ക് ഓലമേഞ്ഞ വീടായിരുന്നു. 1973 അൽഫോൻസാമ്മയുടെ സഹോദരി പുത്രിയിൽ നിന്നും ഈ ഭവനം ചങ്ങനാശ്ശേരി ദേവമാതാ പ്രൊവിൻസ് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷനിലെ ഞങ്ങളത് ഏറ്റുവാങ്ങിയത്. അതിനുശേഷം നമ്മൾ ഈ വീടിൻ്റെ തറയ്ക്കും തടികൾക്കും ഒന്നും മാറ്റം വരുത്താതെ ഓല മാത്രം മാറ്റി ഇതിനൊരു സംരക്ഷണം നൽകിക്കൊണ്ട് ചുറ്റിനും മ്യൂസിയമായിട്ട് പണിതീർത്തിരിക്കുന്നതാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. തടികളും തറയുമൊക്കെ പഴയത് തന്നെയാണ്, യാതൊരു മാറ്റവും ഇതിന് സംഭവിച്ചിട്ടില്ല. ഈ മുറി അൽഫോൻസാമ്മയുടെ പിതാവ് കിടന്നിരുന്ന മുറിയാണ്. ഇവിടെ എത്തുന്നവർ ഈ ഭവനത്തിലെത്തി മുറിയിലെത്തി പ്രാർത്ഥിച്ച് സന്തോഷവും സമാധാനവും അടഞ്ഞ് തിരികെ പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പിതാവിൻ്റെ മുറിയിൽ നിന്ന് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അന്നത്തെ ആ പുരാതന വീടുകളുടെ തറ, അതായത് ചാണകം മെഴുകിയ തറയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. പിന്നെ അന്നത്തെ കാലത്ത് വിലപിടിപ്പുള്ള സാധനങ്ങളും മറ്റും സൂക്ഷിക്കുന്നതിനായിട്ട് അറയാണ് ഉപയോഗിച്ചിരുന്നത്. അത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നിന്ന് നമ്മൾ അടുത്ത മുറിയിലേക്ക് കടക്കുമ്പോൾ അൽഫോൻസാമ്മ ജനിച്ച മുറിയും കട്ടിലും നിരവധി ആളുകൾ ദിവസേന അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അസുഖമുള്ള കുഞ്ഞുങ്ങളെ കട്ടിലിൽ കിടത്തി രോഗം മാറുകയും അതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ, മനസ്സിന് സ്വസ്ഥതയും ശാന്തതയും ഒക്കെ നേടി വളരെ ആളുകൾ ഈ മുറിയിൽ നിന്ന് ഇറങ്ങുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധിയുടെ പ്രഭ വിതറുന്ന ഈ മുറിക്കുള്ളിൽ അമ്മ കിടന്ന കിടക്കയിൽ ഒന്ന് സ്പർശിക്കാൻ സാധിച്ചത് മധുരമുള്ള ഓർമ്മയായി മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു.